ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത്. ആദ്യത്തെ സംഭവമൊക്കെയാണ്. കുറച്ച് തിരക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ പള്ളിയിലെ മാസത്തിന്റെ വീഡിയോ ആണ്. കഴിഞ്ഞ മാസത്തിന്റെ വ്ളോഗ് നിങ്ങൾക്ക് മിക്കവരും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത്തവണ നമ്മുടെ പള്ളിയിലെ മാസികം വന്നേക്കാണ്. അപ്പം അതിൻ്റെ കുറേ തയ്യാറെടുത്ത് ഇത് കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ എഡിറ്റിങ് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ തലേദിവസം വന്നിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡിനൊക്കെ റെഡിയാക്കുന്നതാണ് കാണുന്നത്. പിറ്റേ ദിവസത്തിലുള്ള മീൻകറി സംഭവങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം വൈകിട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള കപ്പയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സാറാവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ആണോ? വേറെ കഴിഞ്ഞു. ഇനി ഇച്ചിരി ദിവസം കൂടെ കണ്ട് വേറെ പരീക്ഷ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? കുഴപ്പമില്ല, ജയിക്കോ? മീൻകറിക്കുള്ള സംഭവം ഉണ്ടാക്കാം. ഞങ്ങൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അല്ല കഴിഞ്ഞ് ഇനി നമ്മൾ കപ്പ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഇത് നാളത്തേക്കുള്ള മീൻകറിയാണ്. സോ ഉണ്ടാക്കി കഴിഞ്ഞു. കറിവേപ്പില കറിവേപ്പില നമ്മൾ പള്ളിയിൽ നമ്മൾ ഒരു മാറ്റ് പോലത്തെ സംഭവം ഇടുന്നുണ്ടായിരുന്നു. ഒരു റെഡ് മാറ്റ് പോലെ സംഭവം അത് നമ്മൾ ഒട്ടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം പാസ്റ്റർ ആൻറ്റി ബുക്ക് അവിടെ കിടന്നത് നല്ല പണിയിലാണ്. അപ്പോൾ നമ്മളതൊക്കെ നൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ അത് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരുടെ ഫോണിലെ സൂമിങ് ഒന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഗൈസ്. അതാണിത്. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കണം. പിറ്റേ ദിവസമാണ് നമ്മുടെ പരിപാടി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളിവിടെ വീട്ടിൽ പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളും കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ സൂര്യൻ പോലും ഉദിച്ചിട്ടില്ലായിരുന്നു. ഏകദേശം ഒരു 5 മണിയാണോ 5:30 ആണോ അന്നേരം ആയിട്ടുണ്ടായിരുന്നു വന്നപ്പം. അപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡിനുള്ള സംഭവങ്ങളൊക്കെ അരിയാണ്. അമ്മമാരും ആൻറ്റിമാരും ഒക്കെ ആയിട്ട് അരിയാണ്. അപ്പം നമ്മളവിടെ വീഡിയോ എടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. കഴിഞ്ഞ ഓണത്തിൽ നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഇതെല്ലാമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓരോ പണിയിലായിട്ട് തിരക്കിലാണ്. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറൊക്കെ വെളിയിലാണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ അപ്പോഴത്തേക്കിനും എല്ലാവർക്കും വിശപ്പ്. രാവിലെ ആയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ടൈമിൽ അങ്ങനെ ഒരു വലിയൊരു പഴക്കം നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. വിശക്കുന്നവർ അതൊന്ന് പൊട്ടിച്ച് കഴിക്കും. എന്നിട്ട് രാവിലെ ആൻറ്റിയുടെ നല്ല ചൂട് കാപ്പി കുടിച്ചിരിക്കുകയാണ്. സൂര്യനൊന്നും ഉദിച്ചില്ല കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാൻ നിങ്ങൾ വിചാരിക്കും മഴ പെയ്തു ഇത്ര രാവിലെ. നല്ല മോട്ടർ നിറഞ്ഞ് ഒഴുകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങയൊക്കെ പുതിക്കാനാണ്. അപ്പോൾ ആൻറ്റി ഏബുവിനെ വിളിച്ചു. വാച്ചിട്ട് തേങ്ങ പുതിക്കുന്ന ഈ ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും ഗൈസ് ഏബു. അവനെപ്പോഴും വാച്ച് കെട്ടിയാണ് നടക്കുന്നത്. അപ്പം കുറേ തേങ്ങയൊക്കെ പൊതിച്ചത് കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞാൽ തേങ്ങയൊക്കെ പൊതിച്ചിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇന്നലെ മാച്ചൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കാണാൻ പോയി. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. റെഡ് കാർപ്പറ്റ് ആയതുകൊണ്ട് ഒരു മൂടി വൈബ് വന്നിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ വെളിയിൽ നടന്നു. അപ്പോൾ ചേച്ചി കുറേ ക്ലിപ്സൊക്കെ എടുത്തു. റോസാപ്പൂവിൻ്റെ ഒക്കെ. വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ കാണിച്ചത് കണ്ടോ. ഇവിടെ നല്ലൊരു മഞ്ഞ് വൈബാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. നല്ല വ്യൂ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ അകത്ത് പള്ളിക്കകത്ത് മാറ്റിട്ടുകൊണ്ട് അതിനകത്ത് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വെളിയിൽ കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ടാർപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു. പരാക്രമം മണിക്കൂറുകൾക്ക് മുമ്പുള്ള കഷ്ടപ്പാടുകളും ഓട്ടങ്ങളുമാണ്. അതെ, എല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് സുന്ദരിയായി വരുന്നതാണ്. ട്രാൻസ്ഫർമേഷൻ മറ്റേ എന്താ പറയാ നെല്ലിലെ ആയതുകൊണ്ട് ഭയങ്കര ക്യാബേജ് എടുത്ത് കൊടുക്കുക. അതിന് തുടങ്ങിയതാണ്.
അപ്പോൾ എല്ലാവരും ഓരോ പണികൾ നടക്കുകയാണ്. അതോടെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നല്ല ഫ്രെയിമാണ് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഫ്രെയിം. അപ്പോഴാണ് നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ വരവ് കേസ്. അപ്പോൾ എന്നെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് നല്ല ക്ലിപ്പ് എടുത്താണ്. ചേച്ചിയാണ് ഇങ്ങനത്തെ ക്ലിപ്സൊക്കെ എടുക്കാറ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യത്തിന് അടിച്ചുമ്പോൾ അങ്ങനെ നടക്കുമായിരുന്നു. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. ആ ഉദിച്ചു വരുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണുന്നത്. വല്ലപ്പോഴൊക്കെ കാണാറുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെളിയിൽ. അപ്പം അതൊക്കെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്റ്റർ അത് ഇതൊക്കെ ആയിട്ട് നല്ല തിരക്കിൽ ഓടി നടക്കുമായിരുന്നു. അതുകൊണ്ട് പാസ്റ്റർ നല്ലൊരു വീഡിയോ എടുക്കാനുള്ള ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ പാസ്റ്റർ. ഒരു ഹായ് പറയോ? പിന്നെ ഏബുവിൻ്റെ കുറച്ച് എസ്തെറ്റിക് ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അവർ രണ്ടുപേരും കഞ്ഞി നോക്കുകയാണ്. എന്ത് അഭാവിച്ചിട്ട് അവർ ഏൽപ്പിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ചേച്ചി ഏബു അവിടെ കിടന്ന കഞ്ഞിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ കസാരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസാരയൊക്കെ അടുക്കി വെക്കാനായിട്ട് നമ്മൾ പോവാണ് ഗൈസ്. കസാര എല്ലാം തുടച്ച് അതൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ തൂത്ത് തുടച്ചെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്കും നമ്മളൊക്കെ ഒരുങ്ങാനുള്ള ടൈമായി. അങ്ങനെ പള്ളിയിൽ സ്നേഹിച്ചേച്ചി വന്നിട്ട് എൻ്റെ സ്നേഹിച്ചേച്ചിനെ ഒരുക്കുമായിരുന്നു. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാവരും ഡ്രസ്സായിരുന്നു കേട്ടോ. ഒരു കല്യാണ രാവിലത്തെ വൈബ് ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും ഒരുക്കും തിരക്കും ബഹളവും പൗഡർ പെർഫ്യൂം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരുങ്ങിയിട്ട് പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രേരണ പോയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കാൻ പോയി. അപ്പം എല്ലാവരും നല്ല തിരക്കിലായതുകൊണ്ട് ഫുഡിൻ്റെ ഒന്നും നല്ല കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഏത് വെറും പട്ടിഷോയ ഭയങ്കര എസ്തെറ്റിക് ആണെന്നാണ് വിചാരം. അപ്പോൾ ഗൈസ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഹായ്. പിന്നെ ഗൈസ് അപ്പോഴത്തേക്കിനും അതിന് നല്ല നാരങ്ങ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു കേട്ടോ. എല്ലാവരും പോയി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ചൂട് നാരങ്ങളും നല്ല തണുത്ത നാരങ്ങളും കൊണ്ട് നമ്മളെല്ലാവരും കുടിച്ച് സംതൃപ്തി ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ചോക്കോബാർ മേടിച്ചുകൊണ്ട് വന്നത് ജിമ്മി ചേട്ടനൊക്കെ. അങ്ങനെ നമ്മൾ ചോക്കോബാറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏബുവിൻ്റെ അതിവിദഗ്ധമായ ഡ്രൈവിംഗ് സ്കില്ലാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. ഭയങ്കര റൈഡർ കണ്ണാപ്പി എന്നാണ് എൻ്റെ വിചാരം. അപ്പം നമ്മൾ കുറേ ഫണ്ണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ഫണ്ണായിട്ട് അങ്ങനെ നടന്നു. പിന്നെ ഷട്ടിലൊക്കെ കളിച്ചു. ആ ഒരു ടൈം അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ അത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ഗൈസ്.